പ്രേക്ഷകരെ നേരി കണ്ട് നന്ദി പറയുക, അതിനൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഇതിൻ്റെ സംവിധായകൻ പിന്റോ സ്റ്റീഫൻ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിലെ നായിക റാണിയ റാണ, അവരുടെയും ആദ്യത്തെ സിനിമ തന്നെയാണിത്. മഞ്ജു പിള്ളേനെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ആദ്യത്തെ സിനിമ അഭിനയിക്കാനുള്ള നായികവും എല്ലാം പുതുമുഖ നായികമാരാണ്. യാത് പുതുമുഖ നായിക വന്ന് വിജയവട്ടം അഭിനയിച്ചു കഴിഞ്ഞാലും ഇപ്പൊ അവരെല്ലാം വേറെ ലെവലാണ്. അതുപോലെയാണ് ഇപ്പൊ കൂടുതൽ എന്ത് വേണം. നമ്മളവിടുത്തെ റിവ്യൂറാണ്. ഭയങ്കര ഇഷ്ടമാണ് ദിലീപിന് വേണ്ടി 101 വീട്ടിലും എണ്ണി കരിക്കത് പൊങ്കാനിട്ട് ഒരു കൊച്ചുണ്ട് എന്ന് പറയണ ഒരു കൊച്ച്. എന്റെ അടുത്ത് ഇന്ന് ആ കൊച്ചു ഫോട്ടോ അയച്ചു ദിലീപേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കുക. ദിലീപേട്ടന്റെ വീട്ടിൽ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടായിരിക്കും. അച്ഛനെ നമുക്ക് താമസിക്കാണ്ട് കാണാം, കാണിക്കാം, നമുക്ക് കാണാൻ. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഈ നിറഞ്ഞ സദസ്സ് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ഒരു സംവിധായകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നിറഞ്ഞ സദസ്സിൽ അയാൾ ചെയ്ത സിനിമ ആളുകൾ കൂടി ഒന്ന് കാണുക എന്നുള്ളത്. അത് ഈ തിയേറ്ററിൽ കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി. കാരണം ഇത്രയും ആളുകളുടെ കൂടെ ഇരുന്ന് നമ്മുടെ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കഷ്ടപ്പാടുകളും നമ്മൾ ഇതിലൂടെ വന്ന വഴികളും എല്ലാം ഇങ്ങനെ ഓർക്കും. എന്തായാലും വളരെയധികം നന്ദി തിരുവനന്തപുരത്തിനോട്. കൈരളി തിയേറ്ററിൽ ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഇരുന്ന് പടം കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇത്രയും കുട്ടികളടക്കം വന്ന ഒരു സിനിമയിലെ ഭാഗമാവാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ആ സന്തോഷം നമ്മൾ നേരിട്ട് പങ്കുവെക്കുന്നു. ഒരു മിനിറ്റ്, ഒരു 2 വാക്ക് നമ്മുടെ നായകൻ. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എനർജി പോരാ. ഹലോ ഗൈസ്. അച്ഛല്ല ചിഞ്ചു. ഓക്കെ, അശ്വതിയുടെ പേര് ചാട്ടൂര് താങ്ക് യു പറയണം. അശ്വതിക്ക് താങ്ക് യു. പെരുന്നമണ്ണ, പെരുന്നമണ്ണയ്ക്ക് സുഖമല്ലേ? ഏറ്റവും പറയരുത്. അതെ, ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുത്തിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഞാൻ എന്ത് പറയാനാണ്, സ്നേഹം മാത്രം, അത്രേ ഉള്ളൂ. കാരണം കുടുംബചിത്രമായി കുടുംബത്തോടു കൂടി വന്നിരുന്ന ഇവിടെ നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പിള്ളേരെ ടെമ്പിൾ റൺ കൊടുത്താണ് അടക്കിയിരുത്തിയത്. അപ്പം ഇവള് റാണി പറയായിരുന്നു ടെമ്പിൾ റൺ. അപ്പോൾ വളരെ സന്തോഷം. ഇത് കൂടുതൽ ഫാമിലിയിലേക്കും കൂടുതൽ എന്താ പറയാ ഇതുപോലുള്ള ആൾക്കാരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഒന്നും ആദ്യം കൊടുത്തിരുന്നില്ല. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ഈ സിനിമ ഇത്രയും വിജയം കൊണ്ടത്. ഇനിയും ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒരു നല്ല സിനിമ ആരും മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് തിരുവനന്തപുരംകാരോട് ഞാൻ എന്ത് പറയാനാ, എന്നും സ്നേഹം, സന്തോഷം. നിങ്ങളാണ് എന്റെ ശക്തി. നമ്മളൊക്കെ പപ്പനാവിന്റെ ആൾക്കാരല്ലേ. നിങ്ങളെ ഞാൻ ഇന്ന് കാണുന്നുണ്ട്. കുറച്ച് നേരമായി അസീസ് നെടുമങ്ങാട് ഇവിടെ എവിടെയോ ഇരിപ്പുണ്ടെന്ന് ഉണ്ടെങ്കിൽ വരണം. ഇതിനെക്കുറിച്ച് 2 വാക്ക് വേണമെങ്കിൽ പറഞ്ഞു. എന്റെ ദിലീപേട്ടൻ അടിച്ച് തകർത്തിരിക്കുന്നുണ്ട്. കാരണം ഞാൻ അവിടെ വെച്ച് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ എന്റെ ഫോൺ പേഴ്സണൽ ലോക്ക് മാറിപ്പോയി. 1 മണിക്കൂറിന് കഴിഞ്ഞേ ആവുള്ളൂ. ഇനി ഞാൻ റിവ്യൂ ഇടും.
മനസ്സിലായല്ലോ നമ്മളെ ചില സിനിമകൾ, നമ്മുടെ നല്ല വിജയിക്കുന്ന സിനിമകൾ, ആരും എല്ലാരെയും കുറ്റം പറയുന്നില്ല, ചില ആൾക്കാർ ചില വിജയിടുന്നു, അത് നമ്മുടെ പ്രേക്ഷകർ വിശ്വസിക്കുന്നു, പടങ്ങൾ പൊളിക്കുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് വല്ലാത്തൊരു കണ്ടന്റ് ആയിപ്പോയി. പൊളിച്ചടിക്ക് താങ്ക് യു. ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അല്ലേ? നമ്മള് ക്യാമറ ഉപയോഗിക്കാത്ത ദിവസങ്ങളില്ല മൊബൈൽ ഫോണിന്റെ. അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയുന്നത്, നമ്മളുടെ ജീവിതം, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ നമുക്ക് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ. ഈ സിനിമ സൊസൈറ്റിക്ക് അത്രയേറെ വലിയൊരു മെസ്സേജാണ് ഇതിന്റെ സംവിധായകനും ടിൻഡോയും അതുപോലെ ഇതിന്റെ തിരക്കഥാകൃത്തായ ഷാരിസും കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ ചിത്രം ഗംഭീരമായിട്ട് കേരളത്തിൽ എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ കൈയടി കൊണ്ടും മാത്രമാണ്.